55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചു. നവംബർ 20 മുതൽ 28 വരെയാണ് മേള നടക്കുന്നത്. മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇംഗ്ലീഷ് ചിത്രമായ ബെറ്റർ മാൻ ആണ് മേളയിൽ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്തത്. പാമ്പോലി ഡോക്ടർ ശ്യാമ പ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5-ന് നടന്ന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ വിക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും സഹമന്ത്രി എൽ മുരുകനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീ രവിശങ്കർക്കൊപ്പം നാഗാർജുന, നിത്യ മേനോൻ, ബൊമൻ ഇറാനി തുടങ്ങിയ ചലച്ചിത്ര താരങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ലതാ മങ്കേഷ്കർക്ക് അന്ത്യാഞ്ജലിയായി AR റഹ്മാന്റെ പ്രത്യേക സംഗീത വിരുന്നുമുണ്ടാകും. 180-ലേറെ ചിത്രങ്ങളാണ് ഇത്തവണ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശനത്തിനെത്തുന്നത്. മേളയിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിക്കും. ഫീച്ചർ വിഭാഗത്തിൽ ഉദ്ഘാടന ചിത്രം രൺദീപ് ഹുഡ സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യവീർ സവർക്കറാണ്. ഹർഷ് സംഘാനി സംവിധാനം ചെയ്ത ഹർ ജൈസാ കുച്ച് ആണ് നോൺ ഫീച്ചർ ഉദ്ഘാടന ചിത്രം. നടനും സംവിധായകനും എഴുത്തുകാരനുമായ അശുതോഷ് ഗോവാരിക്കറാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർമാൻ. 15 സിനിമകളാണ് ഈ വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം, ആദിത്യ സുഹാസ് ജംബാലയുടെ ആർട്ടിക്കിൾ 370, നിഖിൽ മഹാരാജന്റെ രാവ് സാഹേബ് എന്നിവയാണ് ഈ വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തുന്ന ഇന്ത്യൻ സിനിമകൾ. ആടുജീവിതം കൂടാതെ ഭ്രമയുഗം, ലെവൽ ക്രോസ്, മഞ്ഞുമൽ ബോയ്സ് എന്നീ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ചന്ദ്രപ്രകാശ് ദ്വിവേദിയാണ് ഫീച്ചർ ഫിലിം ജൂറി അധ്യക്ഷൻ. നവാഗത സംവിധായകനെ കണ്ടെത്താനുള്ള മത്സരത്തിൽ രാകേഷ് നാരായണന്റെ മലയാള ചിത്രം തണുപ്പടക്കം 5 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ സിനിമയുടെ നാനാമുഖങ്ങളെ രൂപപ്പെടുത്തിയ രാജ് കപൂർ, തമൻ സിൻഹ, അക്കിനേനി, നാഗേശ്വര റാവു, മുഹമ്മദ് റാഫി എന്നിവരെ മേളയിൽ ആദരിക്കും. കൺട്രി ഓഫ് ഫോക്കസ് വിഭാഗത്തിൽ 7 ഓസ്ട്രേലിയൻ സിനിമകൾ പ്രദർശിപ്പിക്കും. മെയിൻ സ്ട്രീം വിഭാഗത്തിൽ മഞ്ഞുമൽ ബോയ്സ്, വിനോദ് ചോപ്രയുടെ 12th ഫെയിൻ, നാഗാശ്വിൻ സംവിധാനം ചെയ്ത പ്രഭാസ് നായകനായെത്തിയ കൽക്കി 2898 AD എന്നിവയും പ്രദർശിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്.